11ാമത്തെ വീഡിയോ. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ ബിഗിനിങ്ങിലാണെന്ന് തോന്നുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് നമുക്ക് അതിലുണ്ടാകുന്ന റിസൾട്ടിനോട് ഡിറ്റാച്ച്ഡ് ആവുക. ഒരുപാട് റിസൾട്ടിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാമെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക. റിസൾട്ട് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് എൻ്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും റിസൾട്ടിലോട്ടായിരിക്കും കൂടുതൽ ഫോക്കസ്. അല്ലാതെ നമ്മളിപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം, അതെങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, അതിലെന്തൊക്കെ സ്കില്ലുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെക്കാളും നമുക്ക് എപ്പോഴും ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ റിവാർഡ്സും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതായിരിക്കും നമുക്ക് എപ്പോഴും മുമ്പിലോട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. എപ്പോഴും ഒരു കാര്യമുണ്ട്, എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ജോബ് സെർച്ച് ചെയ്താൽ തന്നെ ചിലപ്പോൾ ഒരു 100 or 1000 റെപ്പറ്റീഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പോസിറ്റീവ് റിപ്ലൈ നമുക്ക് വന്നെന്നിരിക്കുക. അങ്ങനെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അധികം പരിശ്രമിക്കേണ്ടി വരും. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു പീരീഡിൽ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക. അത് എന്ന് റിസൾട്ട് കിട്ടും, ഇന്ന് കിട്ടും, നാളെ കിട്ടുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെപ്പോഴും ഒരേ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് അതിൽ തളരാതെ അതിൽ കൂടുതൽ എഫേർട്ട് ഇടുമ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. നമ്മളെപ്പോഴും നമ്മളെ ഉപദേശിക്കാൻ വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും, അവരൊരു കാലയളവ് കഴിയുമ്പോഴേക്കും അതിൽ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി എനിക്ക് പറ്റില്ല. അതിൻ്റേതായിട്ടുള്ള ന്യായങ്ങൾ കണ്ടുപിടിച്ച് അവർ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവർ പറയും, എനിക്കത് ചെയ്തുകൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല, നീയും അത് ചെയ്യരുത്. സോ നമ്മളെപ്പോഴും നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക. റിസൾട്ട് എന്തായാലും അതിൽ താനേ വരും. ഓൺ ദാറ്റ് നോട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.